ഡിയർ സ്റ്റുഡൻസ്, ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരവും എന്നാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സമൂഹം മരിച്ചോ? അല്ലെങ്കിൽ ഈസ് സൊസൈറ്റി ഡെഡ്? നമ്മുടെ പാഠപുസ്തകത്തിലെ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന യൂണിറ്റിലെ ഒരു ഭാഗമാണിത്. നിങ്ങൾ ഐപോഡ് തലമുറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനുകളിലും തിരക്കുള്ള നഗരങ്ങളിലും ചിലപ്പോൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാവാം. നിങ്ങളിൽ ആരെങ്കിലും ഈ തലമുറയിൽപ്പെട്ടവരുണ്ടോ? ഈ ലേഖനത്തിൽ നമ്മുടെ കാലഘട്ടത്തിലെ യുവജനതയുടെ പ്രതിനിധികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ലേഖകൻ ന്യൂയോർക്ക് സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. നഗരത്തിലെ രാത്രി ജീവിതം ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പകൽ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബഹളവും സംസാരവും തിരക്കുമെല്ലാം നിറഞ്ഞ നഗരം ഇപ്പോൾ കൂടുതൽ ശാന്തമാണ്. ഇതിന് കാരണമെന്താണെന്ന് ലേഖകൻ തിരഞ്ഞു. ആളുകൾ നടപ്പാതയിലൂടെ പോകുമ്പോൾ അവരുടെ ചെവിയിൽ നിന്ന് വെളുത്ത വയറുകൾ തൂങ്ങിക്കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. അവരുടെ കണ്ണുകൾ അല്പം ശൂന്യമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ സംഗീത ലോകത്തായിരുന്നു. സ്വന്തം സംഗീതത്തിനനുസരിച്ച് നടക്കുകയും ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു. ഇവരെയാണ് ലേഖകൻ ഐപോഡ് ആളുകൾ എന്ന് വിളിക്കുന്നത്. ഈ വെളുത്ത വയറുകൾ ഇല്ലാതെ പോലും നിങ്ങൾക്കവരെ തിരിച്ചറിയാൻ കഴിയും. അവർ അവരുടേതായ MP3 ലോകത്തിൽ ഒതുങ്ങി, മറ്റുള്ളവരെ തള്ളിമാറ്റിയും ചെറിയ സാമൂഹിക സൂചനകളോട് പ്രതികരിക്കാതെയും നടക്കുന്നു. അവർ ചിലപ്പോൾ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും കൈകൾ ചലിപ്പിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എക്സ്ക്യൂസ് മീ എന്നോ ഹായ് എന്നോ പറഞ്ഞാൽ അവർ പ്രതികരിക്കാറില്ല. ഇത്രയധികം ആളുകൾക്കിടയിൽ പോലും വളരെ കുറഞ്ഞ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ എന്നത് ലേഖകനെ അത്ഭുതപ്പെടുത്തുന്നു. അതേസമയം ഓരോരുത്തരും വളരെയധികം കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലേഖകൻ തന്നെ ഇക്കൂട്ടത്തിൽ ഒരാളാണ്. വോക്ക്മാനും പിന്നീട് MP3 പ്ലെയറുകളും ഉപയോഗിച്ചിരുന്ന അദ്ദേഹം ഐപോഡിന്റെ ആകർഷകമായ രൂപത്തിൽ ആകൃഷ്ടനാവുകയായിരുന്നു. അതോടെ സംഗീതം കേൾക്കുന്നത് ഒരു ചെറിയ വിനോദത്തിൽ നിന്ന് ഒരുതരം നിർബന്ധിത ആസക്തിയായി മാറി. ഈയൊരു ശീലം ഒരുതരം ആസക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ്. വിമാനത്താവളങ്ങളിലും സബ്വേകളിലും ആളുകൾ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് വിട്ടുമാറി സ്വന്തം ലോകത്തിൽ മുഴുകിയിരിക്കുന്നു. സാങ്കേതികവിദ്യ നമുക്ക് നമ്മുടേതായ ഒരു ലോകം നൽകിയിരിക്കുന്നു. അതുവഴി പുതിയ ആളുകളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ, അവിചാരിതമായി പുതിയ സംഗീതം കേൾക്കാനുള്ള സാധ്യത, നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകൾ എന്നിവയെല്ലാം ഇല്ലാതായിരിക്കുന്നു. മുൻപ് സംഗീതം ഒരു കൂട്ടായ അനുഭവമായിരുന്നു. എന്നാൽ ഇന്നത് വ്യക്തിപരമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്നു. ഒരു ബസ്സിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഹെവി മെറ്റലാണോ അതോ ഗ്രീഗോറിയൻ മന്ത്രങ്ങളാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അദ്ദേഹത്തിന് നിങ്ങളെ അറിയാൻ താൽപ്പര്യമില്ലെന്ന് ആ വെളുത്ത വയറുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും ഈ സാങ്കേതികവിദ്യ നമുക്ക് ചില നേട്ടങ്ങൾ നൽകുന്നുണ്ട്. യാത്രകളിലെ വിരസത മാറ്റാനും ഇഷ്ടപ്പെട്ട സംഗീതം കേട്ട് മുന്നോട്ടു പോകാനും ഇത് സഹായിക്കുന്നു. എന്നാൽ വഴിയിൽ കേൾക്കുന്ന രസകരമായ സംഭാഷണങ്ങൾ, ഒരു കുട്ടിയുടെ ചിരി, പക്ഷികളുടെ പാട്ടുകൾ, മറ്റുള്ളവരുടെ ചിരി എന്നിവയെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഈ ലേഖനം അവസാനിക്കുന്നത് ഒരു ശുഭകരമായ സന്ദേശത്തോടെയാണ്. ഒരിക്കൽ യാത്രയിൽ ഐപോഡ് എടുക്കാൻ മറന്നപ്പോൾ എഴുത്തുകാരൻ ചുറ്റുമുള്ള ലോകത്തെ വീണ്ടും ശ്രദ്ധിച്ചു. വിമാനത്തിന്റെ ശബ്ദവും ടാക്സി ഡ്രൈവറുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. മറ്റുള്ളവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. തനിക്കും വീണ്ടും ഈ ലോകവുമായി ബന്ധമുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കുക. നിങ്ങളുടെ ഐപോഡ് മാറ്റിവെച്ച് ചുറ്റുമുള്ള ലോകം ശ്രദ്ധിക്കുക. അവിടെയും അതിമനോഹരമായൊരു ലോകമുണ്ട്.